ഇനി നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ഫിയർ മാറ്റാം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കണ്ടന്റ് ക്രിയേഷനെ പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടന്റ് ക്രിയേഷൻ ചെയ്താലുള്ള ഗുണങ്ങൾ അറിയാം, അത് തരാൻ പോണ അഡ്വാൻറ്റേജസ് അറിയാം, അതിൻ്റെ ലെവറേജസ് അറിയാം, അത് നമ്മുടെ കരിയറിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരും എന്നും അറിയാം. ഇതൊക്കെ അറിയാം. കണ്ടന്റ് ക്രിയേഷൻ നല്ലതാണെന്നറിയാം, അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്യല്ല. എന്തോ ഒരു റീസൺ കാരണം ചെയ്യല്ല. ചിലപ്പോൾ മൾട്ടിപ്പിൾ റീസൺസ് കാരണം ചെയ്യല്ല. ചിലപ്പോൾ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ടൈം ജോലി ആയിരിക്കും, അതിൻ്റെ ഇടയിൽ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ പറ്റാത്തതായിരിക്കും. ഞാനൊരു ഫുൾ ടൈം ജോബ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിലും കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് ആയിരിക്കും. ബട്ട് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും ഉണ്ടാവുന്ന ഒരു സിംഗിൾ റീസൺ ഉണ്ട്. അത് മോസ്റ്റ് കോമൺ ആണ്. ഈ ഒരു റീസൺ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നോർത്ത് ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഈ ഫിയർ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു ഇൻ ദ ബിഗിനിങ്. പക്ഷെ ഇട്ട് തുടങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ 2-3 വീഡിയോ ഇട്ടതിന് ശേഷം ആ ഫിയർ പോയി. ഇനി നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ഫിയർ മാറ്റാം എന്ന് ഞാൻ പറഞ്ഞുതരാം. സിമ്പിളാണ്. ഒരു വീഡിയോ ഇടാം. ആദ്യത്തെ വീഡിയോയിൽ ആ ഒരു ടെൻഷനോ ആ ഒരു പ്രഷർ ഉണ്ടാവും. രണ്ടാമത്തെ വീഡിയോയിൽ പിന്നെ അത് കുറയും. മൂന്നാമത്തെ വീഡിയോയിൽ പിന്നെ അത് കുറയും. ഇങ്ങനെയാണ് അത് പ്രശ്നം മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ദർ ഇസ് നോ അതർ വേ. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾക്ക് ആ ഒരു പ്രഷറിനെ അല്ലെങ്കിൽ ആ ഒരു പേടീനെ അതിജീവിച്ച് വരാൻ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ വെറും ഒരാളല്ല, നിങ്ങളും ഒരു ക്രിയേറ്ററാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ക്രിയേറ്റേഴ്സ് ഔട്ട് ദെയർ. സീ യു സൂൺ.